ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ കേരള സഹകരണ ബാങ്കിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കുക. വിജ്ഞാപനം വന്ന തീയതി നോക്കാം, 5/3/2026 സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കാം, 4/4/2026 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന. ഓർത്തിരിക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. എക്സാം ത്രൂ ആണ് നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. വിളിച്ചിരിക്കുന്ന കാറ്റഗറി നോക്കാം. കാറ്റഗറി 9/2026 അസിസ്റ്റൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്ക് കുറയാതെ ലഭിച്ച ഒരു അംഗീകാര സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം വേണം ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സഹകരണ ഹയർ ഡിപ്ലോമ കേരള സംസ്ഥാന സഹകരണ യൂണിറ്റിൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് പഠിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ സംഘത്തിലേക്കാണ് വേക്കൻസി വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്ക് തിരുവനന്തപുരത്തേക്ക് ചീഫ് അക്കൗണ്ടൻറ്റ് ഒരു വേക്കൻസി ജനറൽ. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറൽ. അതുപോലെ തന്നെ കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറൽ ഒരു വേക്കൻസി. അതേപോലെ തൃശ്ശൂർ ജില്ലാ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറൽ ഒരു വേക്കൻസി. പരിയാരം സർവീസ് സഹകരണ ബാങ്ക് ചീഫ് അക്കൗണ്ടൻറ്റ് ഒരു വേക്കൻസി ജനറൽ. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഈസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്ക് ചീഫ് അക്കൗണ്ടൻറ്റ് ജനറൽ ഒരു വേക്കൻസി എന്നിവയാണ് വിളിച്ചിരിക്കുന്നത്. 18 മുതൽ 40 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഓർത്തിരിക്കുക. 100 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ചാണെന്ന് ഓർത്തിരിക്കുക. സോ പിന്നീട് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ എക്സാം ഫീസാണ്. എക്സാം ഫീസ് നോക്കുവാണെങ്കിൽ ആദ്യം നിങ്ങൾ 150 രൂപ എക്സാം ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ പിന്നെ നിങ്ങൾക്ക് അഡീഷണലി നിങ്ങൾ വേറൊരു സംഘത്തിലേക്കോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് അഡീഷണലി 50 രൂപ വീണ്ടും അടച്ച് വേണം അടുത്തതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഫീസ് വരുന്നത് 50 രൂപയാണ്. ഇനി അഡീഷണലി നിങ്ങൾ വേറൊരു സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അഡീഷണലി നിങ്ങൾ 50 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾ അപേക്ഷ ചെയ്തതിന് ശേഷം മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേജ് എടുക്കുക. അവിടെ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ട് പറയുന്നുണ്ട്, സൂക്ഷിച്ച് വെക്കണമെന്നും പറയുന്നുണ്ട്. സോ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. സോ 4/4/2026 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.